ഇതെന്ന് വെച്ചാൽ നമ്മുടെ പുരയിടം ഒന്നുമില്ല, വല്ലവരുടെയും പുരയിടമാ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അതായത് ഈ ഭൂമി മറ്റൊരാളുടെ ഭൂമി അയാളുടെ സ്വന്തമാണ് എന്ന് അവകാശപ്പെട്ട അദ്ദേഹത്തിൻ്റെത്. അല്ല, അദ്ദേഹം വന്ന് എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ പറയുന്നാണ്ട് ഇതെല്ലാം എടുത്തോണ്ട് പൊക്കോളാൻ പറയും. അത്രേ ഉള്ളു മോനെ, അല്ലാതെ പിന്നെ വേറെ എനിക്ക് ഭൂമിയൊന്നും ഇല്ലല്ലോ. വെറുതെ ഇത് കൂടി ഇങ്ങനെ കിടക്കൂല്ലേ, കാടും കയറി ചേരയും പാമ്പും കയറിയൊന്നും കിടക്കണ്ടായെന്ന് കരുതി ഇതൊക്കെ കൊണ്ട്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. മക്കളെ, എനിക്ക് സത്യം പറഞ്ഞാല് ഈ ഭൂമി എന്റെ സ്വന്തമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. ഞാൻ എങ്ങോട്ട് പോയാലും അപ്പോൾ ആ നിൽക്കുന്ന ഭാഗമാണ് എന്റെ ഭൂമി. റോഡിലാണോ പാവരിക്ക് കിടക്കുന്നത്? പിന്നെ ഞാൻ എന്റെ വീട്ടിൽ കിടക്കണം. പോടാ പുല്ലേ. അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ഞാനെന്ത് ചെയ്യാ? അല്ല, മോളിപ്പോ ഇവിടെ നിക്കുക, അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആളുകൾ വന്ന് പറയാം, ഇവിടുന്ന് ഇറങ്ങി ഇതെന്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ മോള് എന്ത് ചെയ്യാൻ പറയും? ഒന്നെങ്കിൽ ഇറങ്ങല്ലേ, അവിടെ തന്നെ ഇവിടുന്ന് മോള് എവിടെ വരെ ഇറങ്ങും? അപ്പൊ ഈ ഭൂമി മുഴുവൻ മോള് ഓടിച്ചാടി നടക്കുന്നില്ലേ? അതെ. അപ്പൊ അത് മുഴുവൻ മോളുടെ. ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. പറമ്പിന്റെ ഓണർ വന്ന് തല്ലാണ്ടിരുന്ന ഭാഗ്യം. ദിവ്യ എങ്ങനെ നാഗയായെന്നോ മോനെ, ആ ആള് തന്നെയാ മോനെ. ഞാൻ എപ്പോഴും ഒരു മാറ്റവും അപ്പോഴത്തെ ഉണ്ടായിരുന്ന ആ ചിന്തകളും ആ വിചാരങ്ങളും ഒക്കെ തന്നെ. പിന്നെ കുട്ടിക്കാലത്ത് എങ്ങനെ അരിയും കറിയും കളിച്ചോണ്ട് നടന്ന് ഇപ്പോഴും ഞാൻ അതല്ലേ കളിക്കുന്നത്. ഇതാണോ നീ പറഞ്ഞ മറ്റു കേസ്? വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിയിടുന്നോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ എനിക്ക് എല്ലാരോടും ഉണ്ടായിരുന്നു. പഠനകാലത്ത് പുസ്തകത്തെ പ്രണയിച്ചു വന്നു. ഞങ്ങൾ എല്ലാരും പെൺപിള്ളാരൊക്കെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺപിള്ളാരാണെങ്കിൽ ആൺപിള്ളാരെ. ദേവിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല? അതേ ഉണ്ടായിട്ടുള്ളൂ. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടൻ്റെ ലൈൻ. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്. അതാണ് എന്റെ. ദേവിക്ക് ഈ പ്രേമലേഖനം കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്, വാങ്ങിച്ചിട്ടുമുണ്ട്, പിടിച്ചിട്ടുമുണ്ട്. പിടിച്ചിട്ടുണ്ടോന്ന് വെച്ചാ എനിക്ക് അങ്ങനെ ഒരാളെ സ്വന്തമാക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി എൻ മാൻകിടാവേ. നിന്റെ മെയ്യിൽ പാതി പകുത്തു തരൂ, നിന്റെ മനസ്സിൽ പാതി എടുത്തു തരുമോ? ദൂരെ കിഴക്കുതിച്ചു മാണിക്യ ചെമ്പഴുക്ക. കുട്ടി ചുമ്മാ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെയൊക്കെ നടക്കുക. കൊറേ നേരം അവര് മിണ്ടാതിരിക്കുമ്പോ ഇരുന്ന് കരയും. കരഞ്ഞിട്ട് പിന്നെ പോട്ടെ, അത് പോയെങ്കിൽ വേറൊരാള്. ചിലപ്പോ രാവിലെ ഇഷ്ടപ്പെടുന്ന ആളെ ആയിരിക്കും ഇതില് കുറച്ച് വൈകുന്നേരം ആകുമ്പോഴേ. അതായത് എനിക്കൊരു സ്ഥിരതയില്ല. എല്ലാവരും എനിക്ക് ഒരുപോലെ ഉള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രണയം എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ദേവിക്ക് ഒരാണിനോട് പ്രണയം തോന്നുന്ന കോളേജ് ഘട്ടത്തിലൊക്കെ ഒരാണിനെ കണ്ടപ്പോ അവനോടൊരു പ്രണയം തോന്നി. ആ പ്രണയം അതാണ് അവര് ചോദിക്കുന്നത്. ഒരു പ്രണയം അതൊക്കെ മോനെ അറിയണോ? ഇഷ്ടമാണോ എന്റെ കുട്ടി അറിയാൻ? വേണ്ട മോനെ, അവരൊക്കെ ഇപ്പൊ കല്യാണം കഴിച്ച് നല്ല മനസ്സിലായില്ലേ? ഞാൻ ആവില്ലല്ലോ താമസിക്കുന്നേ. ആണോ? ഞാൻ ഈ പെൺകുട്ടികളെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. എന്റെ ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ചെല്ലുമ്പോ ഓരോന്നിന്റെയൊക്കെ നെഞ്ചാങ്കൂടെ ഇടിക്കും. കാരണം ഞാൻ മനുഷ്യനെ മാത്രമല്ല പ്രേമിച്ചത് മോനെ. എനിക്ക് ഓന്തിനോട് പ്രണയം ഉണ്ടായിരുന്നു. ഏതാണ് ഓന്ത്? എങ്ങനെ ഇരിക്കണം? ഓന്ത് നമ്മളെ ഓക്കെ. ഓന്ത് പിന്നെ അരണയല്ല പൊന്നു. എനിക്ക് സൂര്യൻ, ചന്ദ്രൻ, നീ സൂര്യനെ പക്ക പ്രേമിച്ചിട്ടുണ്ട്. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ.